മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ഡിവൈഎഫ്ഐക്കും SFIക്കും വീണ്ടും ചോദ്യങ്ങൾ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ജെയ്സൺ ജോസഫ് ഒടുവിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ജെയ്സൺ ജോസഫിനെ സംരക്ഷിക്കുന്നു എന്ന ആരോപണവുമായി നിരവധി തവണ പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഒടുവിൽ കീഴടങ്ങിയതോടെ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന് നേരെയും CPM-ന് നേരെയും യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് നേരെയും ഉയർന്നു വരും. ഇതിനിടയിൽ SFIയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നതും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കിയിരുന്നു. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ മർദ്ദനം DYFI നേതാവ് ജെയ്സൺ ജോസഫ് പോലീസിൽ കീഴടങ്ങി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും അറസ്റ്റ് ചെയ്യാതിരുന്നതിൽ വിമർശനം ഉയർന്നിരുന്നു. SFI നേതാവ് ജെയ്സൺ ജോസഫ് DYSP ഓഫീസിലാണ് കീഴടങ്ങിയത്. CPM പെരിനാട് ഏരിയ കമ്മിറ്റി അംഗമാണ് ജെയ്സൺ. 13-ന് മുൻപ് പോലീസിൽ കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ജെയ്സണിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയും തള്ളിയിരുന്നു. നേരത്തെ പത്തനംതിട്ടയിൽ ദീപ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിൽ ഒന്നാം പ്രതിയായ DYFI നേതാവും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ ജെയ്സൺ ജോസഫ് സാജനെ മൗണ്ട് സിയോൺ ലോ കോളേജിൽ നിന്നും പുറത്താക്കിയിരുന്നു. കേസിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചിട്ടും ജെയ്സനെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. ജെയ്സണിനെതിരെ കോളേജ് അധികൃതർ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാരോപിച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ചും അക്രമാസക്തമായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 22-നാണ് നിയമ വിദ്യാർത്ഥിനിക്ക് കോളേജിൽ വെച്ച് മർദ്ദനമേറ്റത്. പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറന്മുള പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ നടത്തിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പിട്ടെടുത്ത കേസിൽ മുൻകൂർ ജാമ്യത്തിന് ജെയ്സൺ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അവിടെ ഹർജി തള്ളി. തുടർന്ന് സുപ്രീം കോടതിയും തള്ളി. ഒരു സമയത്തും ഇയാൾ ഒളിവിൽ പോയില്ല എന്നതാണ് ശ്രദ്ധേയമായ സംഗതി എന്ന ആക്ഷേപവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു. സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യം നിഷേധിച്ച കേസിൽ പോലീസ് നിസ്സംഗത തുടരുകയാണെന്നുള്ള ആക്ഷേപവും ശക്തമായിരുന്നു. മാത്രമല്ല, KPCCയുടെ സമരാഗ്നിയിൽ മർദ്ദനത്തിനിരയായ പെൺകുട്ടി നേതാക്കളെ കണ്ട് തന്റെ ദുരവസ്ഥ അറിയിച്ചതും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു. അടുത്തിടെ കേരളത്തിൽ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ SFIക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ SFI ചെയ്തത് സംഘടനയ്ക്ക് നിരക്കാത്തത് എന്ന ആക്ഷേപവുമായി LDF-ലെ പ്രധാന ഘടകകക്ഷിയും പ്രമുഖ പാർട്ടിയുമായ CPI രംഗത്ത് വന്നിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിരൂക്ഷമായാണ് പ്രതികരിച്ചത്. കേരള സർവകലാശാല കലോത്സവത്തിനിടെയുള്ള സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം SFI നാമധാരികളിൽ നിന്നുണ്ടായത് ആ സംഘടനയ്ക്ക് നിരക്കാത്തതാണ്, SFIയുടെ പാരമ്പര്യത്തിനും ചരിത്രത്തിനും ചേരാത്ത പ്രവൃത്തിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ബിനോയ് വിശ്വം കോട്ടയത്ത് പ്രതികരിച്ചിരുന്നു. കേരള സർവകലാശാല കലോത്സവത്തിലെ സംഘർഷം SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുമുണ്ടായിരുന്നു. KSU പ്രവർത്തകരെ മർദ്ദിച്ചതിന് SFI പ്രവർത്തകർക്കെതിരെ 2 കേസാണ് എടുത്തത്. കലോത്സവ വേദിയിൽ ഇടിച്ചു കയറിയതിന് KSU പ്രവർത്തകർക്കെതിരെയും കേസ് എടുത്തു. കേരള സർവകലാശാല കലോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് എടുത്തത്. KSU പ്രവർത്തകരെ മർദ്ദിച്ചതിന് SFI പ്രവർത്തകർക്കെതിരെ 2 കേസാണ് എടുത്തിരിക്കുന്നത്. SFI ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ വേദിയായ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലാണ് സംഘർഷമുണ്ടായത്.